ഹലോ, അപ്പം നമ്മൾ ഡേ മൈ ലൈഫാണ് കാണിക്കാൻ പോണത്. ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്. ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തെളിച്ചതിൽ പൊടിയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ചായ റെഡി ആയിട്ടുണ്ട്. ഇന്ന് കടിയായിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളെ നാട്ടിൽ ഇതിന് ദോശ എന്നാണ് പറയല്. ചില സ്ഥലത്ത് ഇതിന് അപ്പെന്നും പറയും, സീയപ്പെന്നും പറയും. നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യേണ്ടി. ചട്ടിയൊക്കെ ചൂടായി എണ്ണയൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അടുത്ത ഇതാ ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ദോശയൊക്കെ ചുടൽ കഴിഞ്ഞാണ്. ഇനി നമുക്ക് കറി ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കാം. അപ്പോൾ തലേദിവസത്തെ കടലക്കറി ഉണ്ടായിരുന്നു, ഒന്ന് ചൂടാക്കി എടുക്കാം. ഇന്നലെ വെച്ച കറി ബാലൻസ് ഉണ്ടായപ്പോൾ പിന്നെ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് തന്നെ ദോശയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചന്ന്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്നും ഇനി പാത്രത്തിൽ മാറ്റാം. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. വന്നിട്ട് അരിയും വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തിളച്ചതിന് ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചോറ് തിളച്ചിട്ട് ഇതാ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. ചേമ്പും മോരും പാടാണ് കറി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ചോറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ദോശയും കടലക്കറിയും ചായയാണ് എടുത്തുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരുവിധം പണിയൊക്കെ ഒരുക്കിയിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ ഇരിക്കാറുള്ളത്. ഇനി ഇതൊന്നാണ്ട് കുടിക്കട്ടെ. ഇനി മീൻ പൊരിക്കാനും അതേപോലെ തന്നെ 2 കഷ്ണം ചിക്കനും ഉണ്ട്. അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ ചൂടായി അതിലോട്ട് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ പൊരിക്കണതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ 2 കഷ്ണം മീനും കൂടെ പൊരിക്കണത്. രണ്ടും കൂടെ ഒരു ചട്ടിയിൽ തന്നെയാണ് പൊരിക്കണത്. മീനും ചിക്കനൊക്കെ ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്തിരുന്നത്. അപ്പം ഇനി അതൊന്ന് അവിടെ കിടന്നിട്ട് റെഡിയായി വരട്ടെ. നേരത്തെ പപ്പടം അതേപോലെ തന്നെ പടവലത്തിൻ്റെ ഉപ്പേരിയും ഞാൻ ഉണ്ടാക്കിയിരുന്നു. അത് രണ്ടും ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്ന് ലഞ്ചിന് കഴിക്കാനുള്ളത്. ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് പാത്രങ്ങൾ പരന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തേക്കാണ്ട്. ഇനി ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ്ട്. അപ്പോൾ ഇതാ നല്ല കഴുകി വൃത്തിയായിട്ട് നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് വെള്ളം എന്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാം. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാം. ഇനി അലക്കാനുള്ളത് മെഷീനിലാണ് ഇടുന്നത്. അപ്പോൾ ഇനി കുറച്ച് സർഫ് ഇട്ടുകൊണ്ട് അവിടെ ഓണാക്കി ഇട്ടെടുത്താൽ അത് അതിൻ്റെ രീതിക്ക് ചെയ്തോളും. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും നടക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പണികളൊക്കെ ഒരുക്കി വെക്കാം. അപ്പോൾ ചെറിയൊരു ഡേ മൈ ലൈഫാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം.